ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടി രക്തമൊഴിച്ചത് ആരാണ്? ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? കേവലം ഒരു മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ മുസ്ലിം പള്ളികൾക്ക് വേണ്ടിയിട്ടല്ല, ഇസ്ലാമിക ശരീഅത്തിന്റെ സ്വാതന്ത്ര്യത്തിനോ ശരീഅത്തിന്റെ നിലനിൽപ്പിനോ വേണ്ടിയിട്ടല്ല. അങ്ങനെ ആയിരുന്നില്ല. മുസ്ലിം പണ്ഡിതന്മാരടക്കം മുൻകാലഘട്ടങ്ങളിലെ ദാടിയും തലപ്പാവും വെച്ച മുഖ്ലിസീങ്ങളായ മുത്തഖീങ്ങളായ പണ്ഡിതന്മാരടക്കം, ബഹുമാനപ്പെട്ട ദയൂബന്ദിലെ മഹാന്മാരായ മശായിഖന്മാരടക്കം ഈ ഭാരത രാജ്യത്തിന് വേണ്ടി അവർ തിളച്ച രക്തം അവർ ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ സമ്മാനിച്ചത് മഹത്തായ ഇന്ത്യയുടെ പിറന്ന മണ്ണിന്റെ പാരമ്പര്യം നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു, അല്ല ഒരു പ്രത്യേകമായ ഒരു വിഭാഗത്തിന് വേണ്ടിയായിരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഒരു സാഹചര്യമാണോ ഒരു പ്രത്യേകമായ ഒരു വിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് അവരുടെ കടകളും അവരുടെ വീടുകളും അവരുടെ വ്യാപാര സമുച്ചയങ്ങളും ഒക്കെ തകർക്കുമ്പോൾ നോക്കുകുത്തികളായി ഇന്ത്യയുടെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട നിയമപാലകർ അതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മഹത്തായ ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം എവിടെ സുഹൃത്തുക്കളെ? നമ്മളത് ചിന്തിക്കേണ്ടതാണ്. എവിടെയാണ് നിയമം? ഇസ്ലാമിക പാരമ്പര്യവും ചരിത്രവും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 1200 മുതൽ 1800 വരെ ഇന്ത്യ ഭരിച്ചിരുന്നത് മുസ്ലിമീങ്ങളാണ്. 1800 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന മുസ്ലിം സമുദായത്തിന് ഈ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാമായിരുന്നു. ഒരിക്കലും ഒരു മുസ്ലിം സമുദായം അത് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയില്ല. ആരെയും അടിച്ച് നിർബന്ധ ബുദ്ധിയോടുകൂടി ഇസ്ലാമിക ആശയങ്ങൾ ആദർശങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു അവകാശം ഇസ്ലാം നൽകുന്നില്ല. നേരത്തെ അള്ളാഹ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചു, ഒരിക്കലും പാടില്ല, നിർബന്ധിച്ച് ആരെയും മതപരിവർത്തനം നടത്താൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ ആദ്യം കൊണ്ടുവന്നത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇഷ്ടമുള്ളവൻ പരിശുദ്ധമായ ശരീഅത്തിനെ അംഗീകരിച്ചു കൊള്ളട്ടെ, സ്വീകരിച്ചു കൊള്ളട്ടെ. അതിന്റെ പേരിൽ ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ള തത്വം ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചത് ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവാണ്. അവനാണ് പഠിപ്പിച്ചത്. പിന്നെ നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം അതിന് പരിപൂർണമായി A to Z വരേക്കും അതിന് സാക്ഷ്യം വഹിച്ചത് ബഹുമാനപ്പെട്ട മുൻഗാമികളായ ഇവിടെ ഭരിച്ചിരുന്ന മഹത്തുക്കളായിരുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പള്ളികളും മിനാരങ്ങളും ഒക്കെ നമുക്ക് കാണുന്നത്. അല്ലാതെ പള്ളി അമ്പലം പൊളിച്ചിട്ട് പള്ളിയാക്കി വെക്കുകയും അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ വീടുകൾ ഹിന്ദുക്കളുടെ വീട് തകർത്ത് തന്നെ മുകളിൽ വെച്ചതായും ഇതൊക്കെ വ്യാജ പ്രചണ്ഡമായ പ്രചാരങ്ങളല്ലാതെ ഇതിലൊന്നും യാതൊരുവിധ അർത്ഥങ്ങളുമില്ല. ഒരിക്കലും ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഒരു ഇസ്ലാമിക മാനദണ്ഡം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ചിടത്തോളം ഒരു ഹിന്ദുവിന്റെയോ ഒരു ക്രൈസ്തവന്റെയോ അമുസ്ലിമിന്റെയോ വീടോ അമ്പലങ്ങളോ തകർത്തിട്ട് അവിടെ പള്ളി കെട്ടി കൊടുക്കുക എന്നുള്ള സംസ്കാരമല്ല ഇതിലുള്ളത്. ചരിത്രങ്ങളെല്ലാം വളച്ചു ഒടിക്കുകയാണ്. യഥാർത്ഥ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ മഹത്തായ ഇന്ത്യ രാജ്യത്തിൽ ഭരിച്ചിരുന്ന മുൻഗാമികളായ നമ്മുടെ മുഗളന്മാർ അവർ ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി അമ്പലങ്ങൾ പണിതു കൊടുത്തതിന്റെ ചരിത്രം ഇന്നും സുവിദിതമായ കാര്യമാണ്. ആർക്കും അതിനെ നിഷേധിക്കാൻ കഴിയുകയില്ല. ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ കോട്ടയിൽ തന്നെ 3 അമ്പലങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യം വളരെ വ്യക്തമായ കാര്യമാണ്. അദ്ദേഹം ഒരു തീവ്രവാദിയോ ഭീകരവാദിയോ ആയിരുന്നോ? ബ്രിട്ടീഷുകാരനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, അവന് ചുങ്കം കൊടുക്കാൻ പാടില്ല, അവനിവിടെ നാട്ടിൽ പായിക്കണമെന്ന് പ്രഖ്യാപനം നടത്തിയ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മഹുല്ല അദ്ദേഹത്തെ ഒരു തീവ്രവാദി ഭീകരവാദിയായി മുദ്ര കുത്തപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇവിടെ ഒരു അമുസ്ലിമിനെ തകർത്തിട്ടോ അവരുടെ ആരാധനാലയങ്ങൾ തകർത്തിട്ടോ ഇവിടെ മറ്റു മുസൽമാന്റെ മതം ഇവിടെ കൊണ്ടുവരാനോ അവരുടെ മതത്തിന്റെ ചിഹ്നങ്ങൾ ഇവിടെ സ്ഥാപിക്കാനോ ഒരിക്കലും അവർ തയ്യാറാവുകയില്ല. കാരണം ഇസ്ലാമിക ശരീഅത്തിന് അത് എതിരാണ്. പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമങ്ങൾ അല്ലാതെ വിശ്വസിക്കുന്ന ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ജൈനമതക്കാരോ ബുദ്ധമതക്കാരോ അങ്ങനെയുള്ളവരെ നിങ്ങൾ
തെറി പറയരുത്, അവരെ അവഹേളിക്കരുത്, വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച മതം പരിശുദ്ധമായ ഖുർആനിന്റെ മതമാണ്. ആ ശരീഅത്താണ് പഠിച്ചത് ടിപ്പു സുൽത്താൻ, ആ ശരീഅത്താണ് പഠിച്ചത് മുഗളന്മാർ, ആ ശരീഅത്താണ് മനസ്സിലാക്കിയത് മുൻഗാമികൾ. 800 വർഷക്കാലത്തോളം ഇന്ത്യ രാജ്യം ഭരിച്ചിട്ട് അവരും പഠിച്ചു വെച്ചത് ഈ പരിശുദ്ധമായ ഖുർആനാണ്. ആ ഖുർആന്റെ ആശയ ആദർശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് അവരിവിടെ രാജ്യം ഭരിച്ചതെങ്കിൽ ഓർക്കണം സുഹൃത്തുക്കളെ, 1800 കഴിഞ്ഞ് പരിശുദ്ധമായ ഇസ്ലാമിക ബാലപാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല, അദ്ദേഹത്തിന്റെ ആ മതത്തിന്റെ ആ മദ്ഹബിന്റെ വ്യക്തികളായിരുന്നു അന്ന് ഭൂരിപക്ഷവും ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നത്. ഹനഫി മദ്ഹബുകാര് ആദ്യമായിട്ടുള്ള ഈ ഹനഫി മദ്ഹബുകാരാണ്. ഇന്നും ബഹുഭൂരിപക്ഷമായിട്ടും വ്യാപിച്ചു കിടക്കുന്നത് ഈ ഹനഫി മദ്ഹബുകാരാണ്. ആദ്യമായിട്ട് ആ മദ്ഹബിന്റെ തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട ഇമാമുന അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ല, നുഅ്മാൻ ഇബ്നു സാബിത്ത് അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലയാണ്. അദ്ദേഹത്തിന്റെ ഹിദായ എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥം, ആ ഹിദായ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ നിയമങ്ങള് അന്നത്തെ കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരെ അത് ഉണ്ടാക്കിയെടുത്തത്. അത് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം. ആ പരിശുദ്ധമായ ഹിദായ ഗ്രന്ഥം 6 വർഷം കൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് അത് തർജുമ ചെയ്ത് അതിന്റെ നിയമങ്ങളെ അവർ പഠിച്ചത്. അതിനുശേഷം ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഫത്താവ ആലംഗീരി അതും അത് തർജുമ ചെയ്തു. അതും തർജുമ ചെയ്ത് ഇംഗ്ലീഷുകാരൻ വിവർത്തനം നടത്തി. ഇതിന്റെ രണ്ടിന്റെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ നിയമനിർമ്മാണങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അതൊക്കെയാണ് ഈ IPC എന്നൊക്കെ നമ്മളിപ്പോ പറയുന്ന ഇന്ത്യൻ പീനൽ കോഡ് എന്നൊക്കെ പറയുന്ന ഈ നിയമങ്ങൾ ഇതിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇസ്ലാമിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ചരിത്രം പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. മുൻസിഫ് എന്ന് പറയുന്ന ഈ പേര്, മുൻസിഫ് കോടതി എന്ന് ഇന്നും നമ്മൾ കോടതിയിൽ പോയിട്ട് മുൻസിഫ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മുൻസിഫ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് വന്നതാ? അത് അറബിയല്ലേ? ഈ വക്കീൽ എന്ന് പറഞ്ഞ വാക്ക്, ഇവിടെ ഇരിക്കുന്ന വക്കീലന്മാര്, ഈ വക്കീൽ എന്ന് പറഞ്ഞ വാക്ക് എവിടുന്ന് വന്നതാ? വഖദ് ജഅൽതുമുല്ലാഹ അലൈക്കും വക്കീല. വക്കീൽ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആന്റെ വാക്കാണ്, ഇസ്ലാമിന്റെ വാക്കാണ്. ഈ വക്കാലത്ത്, അവന്റെ മേൽ വക്കാലത്ത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇസ്ലാമിക ശരീഅത്തിന്റെ വാക്കുകളാണ്. ഇതുപോലെ എത്രയോ വാക്കുകൾ ഇന്ന് ആ കോടതിക്കകത്ത് കയറ്റി, ആ കോടതിയുടെ കൂട്ടിനകത്ത് കയറ്റി നിർത്തുന്ന സംസ്കാരം അത് ഇസ്ലാമിക രീതിയാണ്, ആ ഇസ്ലാമിക ശൈലിയാണ്. അതാണ് ഇന്നും തുടർന്നു പോകുന്നത്. ഇന്നും നിങ്ങൾ പോയി നോക്കി, ഈ സുപ്രീം കോടതിയാകട്ടെ, ഓരോ കോടതികളുടെയൊക്കെ ആ സമുച്ചയം കണ്ടില്ലേ കുബ്ബ രൂപത്തില്? ഇതൊക്കെ ആ കാലഘട്ടത്തില് ഈ പരിശുദ്ധമായ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ഇംഗ്ലീഷുകാരൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇതിന് ഇസ്ലാമികപരമായ നിയമങ്ങളാണ് ഇന്ത്യ രാജ്യത്തിൽ. ഒരുത്തന്റെ കൈവെട്ടണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോ മോഷ്ടിച്ചവന് തക്കതായ ശിക്ഷ കൊടുക്കുന്നുണ്ട് ഇന്ത്യ. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ, ഒരുപക്ഷെ അവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു. ഒരുത്തൻ മാനഭംഗപ്പെടുത്തിയാൽ അതിന്റെ തക്കതായ ശിക്ഷ, കള്ളു കുടിച്ചാൽ തക്കതായ ശിക്ഷ, പലിശ വാങ്ങിയാൽ തക്കതായ ശിക്ഷ. എന്തിനാ അവന് ഓപ്പറേഷൻ കുബേരയൊക്കെ ഇവിടെ നടപ്പിലാക്കി കൊണ്ടുവന്നത്? എന്തിനാണത്? ഈ ഇസ്ലാമിക നിയമങ്ങൾ എന്തെല്ലാം, ഇസ്ലാമിക ശരീഅത്ത് എന്തെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ ആ നിയമങ്ങളാണ് ഇന്ത്യൻ കോടതി കൊണ്ടുവന്നിട്ടുള്ളത്. അത് പിന്നെ ഇസ്ലാമികമാണ് എന്ന് അതൊന്ന് പറഞ്ഞ് വ്യാപിപ്പിക്കുമ്പോൾ അതിലെന്തോ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഒരു തീവ്രതയുടെ മനോഭാവത്തോടു കൂടി ചില വ്യക്തികൾ അതിനെ കാണുന്നത് കൊണ്ടാണ് ഒരു വിഭാഗം നിയമങ്ങളെയും ഒരു വിഭാഗം ആളുകളെയും ഒരു വിഭാഗത്തെ മാത്രം നോക്കിക്കൊണ്ട് പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായവും മുസ്ലിമീങ്ങളും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ള ഒരു ധാരണയല്ല നമുക്ക് വേണ്ടത്. ചരിത്രം മുസ്ലിമീങ്ങൾ പഠിക്കണം, നമ്മുടെ മക്കൾ പഠിക്കണം. നമ്മുടെ മക്കൾ ഏതോ വാറോലുകൾ കണ്ടിട്ട് ഇസ്ലാമിനെ കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം ഉമ്മത്തും എത്തിപ്പോയി. മുസൽമാനിൽപ്പെട്ട എത്രയോ വിവരമില്ലാത്തവർ മറ്റുള്ള മതത്തിന്റെ സംസ്കാരം തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ പ്രശ്നം? ഇതിനെന്താ പ്രശ്നം? ഇപ്പൊ രാഗി കെട്ടുക എന്താ പ്രശ്നം? പ്രശ്നമാണത്. പ്രശ്നമില്ല എന്ന് ആര് പറഞ്ഞു? എന്താ പ്രശ്നം? ഓരോരുത്തർക്കും അവരുടേതായ നിയമനിർമ്മാണങ്ങളുണ്ട്. മുഹറം മാസത്തിന്റെ പ്രത്യേകതയാണ് ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക സംസ്കാരങ്ങൾ, ഇസ്ലാമിക ആശയ ആദർശങ്ങൾ അതിൽ പരിപൂർണമായി അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കൽ, അതിനുവേണ്ടി ഒരു ഹിജ്റ ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ആദർശ നിലപാട്, ആദർശം നിലനിർത്തുക എന്നുള്ള കാര്യം. അല്ലാഹു അല്ലാതെ നമുക്ക് മറ്റാരുമില്ല.
ഏകനായ റബ്ബല്ലാതെ ഒരു രക്ഷിതാവ് നമുക്കില്ല. അവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. നിന്നെ കൊന്നാലും വേദനിപ്പിച്ചാലും കത്തിച്ച് ചാമ്പലാക്കിയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ ഒരു ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ ഒരു മുസൽമാനും അതിന് തയ്യാറാകരുത് എന്നുള്ള ആശയം കൂടെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധമായ ശരീഅത്ത് ഇസ്ലാം. അതാണ് പഠിപ്പിക്കുന്നത്. ആർക്കും വേദനിക്കുന്ന കാര്യമൊന്നുമല്ല ഇത്. ആരെയും വേദനിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്ന മതവുമല്ല ഇത്. എല്ലാവരോടും മനുഷ്യത്വപരമായി മാനവ സൗഹാർദ്ദം നിലനിർത്തി കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം. പക്ഷേ ആദർശ ശുദ്ധിയിൽ അതിന് ആരായാലും എവിടെയായാലും അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം അതിന്റെ മുന്നിൽ ഇനി ഏത് വലിയ 33 കോടി ദേവറുകൾ വന്നാലും അതിനെ ഒരു കാരണവശാലും ഉൾക്കൊള്ളാനോ അവരുടെ ആശയ സംവിധാനങ്ങൾ നമ്മുടെ മതവുമായി കൂട്ടിക്കുഴയ്ക്കാനോ ഈ സമുദായം തയ്യാറാകാൻ പാടില്ല. അങ്ങനെയായാൽ ഫഹുവ മിൻഹും, അവരിൽപ്പെട്ടവർ തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ തോന്നുമ്പോൾ മതേതരത്വം പോലെ തോന്നും. നമ്മളപ്പ അതിന്റെ ചരിത്രം പഠിക്കണം. ഈ രാഗി കെട്ടുക എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൽ ഇസ്ലാമികപരമായിട്ട് യാതൊരുവിധ തെളിവുകളുമില്ല. വെറുതെ ഈ കയ്യിൽ നൂലും കെട്ടി നടന്നിട്ട് എന്ത് കിട്ടാൻ? അതിന് യാതൊരുവിധ തെളിവുകളുമില്ല. നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അവരുടെ കൈകളിൽ ഇത് കെട്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഏറ്റവും വലിയ രക്ഷയാണ്, നിങ്ങൾക്ക് ഇത് ഗുണമാണ്, നിങ്ങളെ എല്ലാ മുസീബത്തിൽ നിന്നും കാത്തുരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ പാവപ്പെട്ട വിവരമില്ലാത്ത പെൺകുട്ടികളും അതിന്റെ അച്ഛനമ്മമാരും അങ്ങ് സപ്പോർട്ട് ചെയ്യും. അതിനെന്താ ഇപ്പൊ കുഴപ്പം? ഒറ്റ വാക്കിതേ ഉള്ളൂ. അതിനെന്താ കുഴപ്പം? ഒരു ചോദ്യവും ഉത്തരവും അതിനെന്താ കുഴപ്പം? ഒരു ഊരിട്ടെന്ന് പറഞ്ഞപ്പോ ഇസ്ലാമിന്ന് പുറത്തു പോകും ഇല്ലാന്ന് ആരാ പറഞ്ഞത്? നമ്മുടെ ഹബീബും ഇസ്ലാമിക ശരീഅത്തും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്ന ദീനല്ലാത്ത ഒരു ദീൻ നമ്മൾ ഇത് ദീനാണ്, ഇതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളത് അംഗീകരിക്കുക. എന്നാൽ ഈമാനിൽ നിന്ന് പുറത്തു പോകും, യാതൊരു സംശയമില്ല. ഈ തൊപ്പിയും താടിയും വെച്ച് നടന്നിട്ടൊന്നും വലിയ കാര്യമില്ല. ഇസ്ലാമിക ശരീഅത്ത് അതാണ് പറയുന്നത്, പഠിപ്പിക്കുന്നത്. കല്യാണ ദിവസത്തിൽ മുസ്ലിം കല്യാണങ്ങളിൽ നിലവിളക്ക് കത്തിച്ചിട്ട് അവിടെ ഇട്ട് ഹിന്ദുക്കളുടെ ആചാരം പോലെ എത്രയോ കല്യാണത്തിന് ഈ വിനീതൻ തന്നെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഇത് മറ്റുള്ള ഇതിനെന്താ കുഴപ്പം? ഇതൊരു നിലവിളക്കം കത്തിച്ച് ഇച്ചിരി കുറച്ച് മറ്റു സാധനം കിട്ടുകൊണ്ട് എന്താ കുഴപ്പം? എന്താ കുഴപ്പം എന്നുള്ള ചോദ്യത്തോടു കൂടി ഈമാനിൽ നിന്ന് നീ ഡിസ്മിസ്സായി. നിന്നെ വെറുതെയാണ് പള്ളിയിൽ മണക്കാട് പള്ളിയിൽ കൊണ്ട് നടക്കുന്നത്, മുസ്ലിം പള്ളിയിൽ നടക്കുന്നത് വെറുതെയാണ്. നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നത്, നിനക്ക് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയാൻ പോലും പറ്റൂല. കാരണം ഈമാന്റെ നിന്റെ അല്ലാഹു തആല എടുത്തു കളഞ്ഞു. വാപ്പാക്ക് ഉമ്മാക്ക് ഇതിന്റെ വിഷയത്തിൽ ബോധമുണ്ടോ? ഇത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി, പ്രീതിപ്പെടുത്താൻ വേണ്ടി, തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിക ശരീഅത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് ഈ കുഫാറുകളുടെ മുന്നാലെ കൂടെ ഇരുന്നിട്ട് അവരുടെ ആശയങ്ങൾ ആദർശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ മക്കളിലും കുടുംബങ്ങളിലും കൊണ്ടുവച്ചുകൊണ്ട് നമുക്കെന്ത് നേട്ടങ്ങളാ ഉള്ളത്? നമുക്കെന്ത് ഗുണങ്ങളാ ഉള്ളത്? എന്നാൽ നമ്മുടെ ആശയങ്ങൾ അവരൊന്ന് പ്രചരിപ്പിക്കട്ടെ. അതെന്താ പ്രചരിപ്പിക്കാത്തത്? നമ്മുടെ ആശയങ്ങൾ അവരൊന്ന് പ്രചരിപ്പിക്കട്ടെ. ഇസ്ലാമിക എത്രയോ ആശയ ആദർശങ്ങളുണ്ട്, അത് മറ്റുള്ളവരൊന്ന് പ്രചരിപ്പിക്കില്ല. അതുകൊണ്ട് ഇസ്ലാമിക നിയമനിർമ്മാണങ്ങളെ പാടെ ഉന്മൂലനം ചെയ്ത് തകർത്തെറിയുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഒരു പ്രത്യേകമായ വിഭാഗങ്ങളെ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് തകർക്കുക, ഉന്മൂലനം ചെയ്യുക എന്ന നിലയിൽ ബുൾഡോസ് രാജടക്കം ഇവിടെ രംഗത്ത് വന്നതിന്റെ കാരണം അതാണ്. അവിടെ നീതിയോ കോടതിയോ ഒന്നും അവർക്കൊരു വിഷയമേ അല്ല. ഈ പേരിവിടെ ഉണ്ടാക്കാൻ പാടില്ല, ഈ പേരിവിടെ ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ കരുതിയിരിക്കുക സുഹൃത്തുക്കളെ, ഇത് ഈ കാലം മുതൽ തുടങ്ങിയ ചരിത്ര പാരമ്പര്യമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം എന്ന് പറയുന്ന സത്യമതം, ഇസ്ലാം എന്ന് പറയുന്ന പരിശുദ്ധമായ മതം, ഇസ്ലാം എന്ന് പറയുന്ന ഈ സംസ്കാരം എന്നാണോ നിലവിൽ വന്നത് അന്നു മുതലേ ഈ പ്രശ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു, എത്രയെത്ര സഹാബാക്കൾ, ഈ സഹാബാക്കളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അറിയാം അവര് ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി എന്ത് ത്യാഗങ്ങളാണ് സഹിച്ചത് എന്നുള്ളത്. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനയുടെ മിമ്പറിന്റെ അരികിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിക്കാണ്, അലാ തസ്തൻസുറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ, നബിയെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സഹായം തേടിക്കൂടെ അല്ലാഹുവിനോട്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തുകൂടെ അല്ലാഹുവിനോട്. കാരണം അത്രത്തോളം ത്യാഗം അനുഭവിക്കുകയാണ് ആ ന്യൂനപക്ഷം, അത്രത്തോളം പീഡനങ്ങൾ അനുഭവിക്കുകയാണ് ആ സമുദായം.
അങ്ങനെ വേദന സഹിക്കവയ്യാതെ സഹികെട്ടിട്ട് നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സഹായം തേടണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് മുന്ന മൻ കാന ഖബിലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ, ഫയുജാഉ, അവരെ കൊണ്ടുവരപ്പെടും. പരിശുദ്ധമായ ശരീഅത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, ഇസ്ലാമായതിന്റെ പേരിൽ, നിന്റെ ദൈവം ഏകനാണ് എന്ന് അംഗീകരിച്ചതിന്റെ പേരിൽ, നിനക്ക് നമസ്കാരമുള്ളതിന്റെ പേരിൽ, റബ്ബിനെ അല്ലാതെ മറ്റൊരു സൃഷ്ടിയുടെ മുന്നിലും പോയി തലകുനിക്കാത്തതിന്റെ പേരിൽ അവരെ കൊണ്ടുവരപ്പെടും. ഫയുഹ്ഫറു ലഹു, അവർക്ക് വേണ്ടി വലിയ ഒരു കുഴി കുഴിക്കപ്പെടും, അതിലേക്ക് അവരെ ഇറക്കി നിർത്തപ്പെടും. എന്നിട്ട് വലിയ ഈർച്ച മൂർച്ചയുള്ള വാള് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് അവരുടെ തലയിലേക്ക് വെച്ച് രണ്ടായിട്ട് കീറി മുറിക്കപ്പെടും. വമാ യസുദ്ദു ദാലിക അൻഹു, അങ്ങനെ അവരെ രണ്ടായിട്ട് കീറി മുറിച്ച സന്ദർഭത്തിൽ പോലും അല്ലാഹു അഹദ് എന്നല്ലാതെ, ഞാൻ അല്ലാഹ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം, എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ കാണാനില്ലായിരുന്നു. ബഹുമാനപ്പെട്ട നബി റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇത്രയും ത്യാഗം സഹിപ്പിച്ചു. വലിയ കുഴി കുഴിച്ചു കൊണ്ട് നിർത്തി, ചീർപ്പ് കൊണ്ടുവന്ന്, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്ന് പച്ചയ്ക്ക് ആ മാംസത്തെ അങ്ങനെ ചീകി വലിച്ച് കീറിയെടുക്കുകയാണ്. പച്ചയ്ക്ക് ആ ശരീരത്തിലെ മാംസങ്ങൾ മാന്തിയെടുത്ത് ആ ശരീരത്തിന്റെ അന്തർഭാഗത്തുള്ള ആന്തരിക അവയവങ്ങൾ വെളിപ്പെടുന്ന അവസ്ഥയിൽ പച്ചയ്ക്ക് മൃഗീയമായി അവരെ കൊന്നിട്ട് പോലും അല്ലാഹു അഹദ്, അല്ലാഹ് അല്ലാതെ മറ്റാരുമില്ല എന്ന ഒരു വാക്ക് അവരുടെ വായിൽ വന്നിട്ടില്ല. എന്നാൽ അവർക്ക് പറയാം, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ഇത് പഠിപ്പിച്ചു കൊടുത്തു. ഇത്രയും ത്യാഗനിർഭരമായ ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ശരീഅത്തിൽ ജീവിച്ചവർ ഒരിക്കലും ഈ പീഡനങ്ങൾ ഏറ്റതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാനോ പുറത്തു പോകാനോ അവർ തയ്യാറായിട്ടില്ല. അപ്പൊ നമുക്കും ഈ പീഡനങ്ങൾ ഉണ്ടാകും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംറ, ഈ പരിശുദ്ധമായ ഈ ദീനിനെ അല്ലാഹു തആല ഇവിടെ പൂർത്തീകരിച്ചു തരും. നിങ്ങൾ ത്യാഗം സഹിക്കരുത്, നിങ്ങൾ ക്ഷമിക്കുക. ഈ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ ഇവിടെ പരിപൂർണമായി അല്ലാഹു തആല നിലനിർത്തി തരും, പൂർണ്ണമാക്കി തരും. ഈ ഭൂമിയുടെ ആധിപത്യം അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ദുഃഖിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബാക്കളെ നിങ്ങൾ ക്ഷമിക്കിൻ, പക്ഷേ വലാകിൻ തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി പിടിക്കുന്നു, നിങ്ങൾ ധൃതി കൂട്ടുന്നു. ഇപ്പൊ വേണം, ഇപ്പൊ തന്നെ നടക്കണം, ഇപ്പൊ തന്നെ ഇത് സംഭവിക്കണം. ധൃതി കൂട്ടാൻ പാടില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് കൃത്യമായ നിലയിൽ നമ്മൾ അത് നിർവഹിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ പരിശുദ്ധമായ ദീനിനെ അല്ലാഹു നമുക്ക് നിലനിർത്തി തരും, വിജയം തരും. എല്ലാ ശത്രുക്കളെയും അല്ലാഹു നമ്മുടെ കാലിന്റെ മുന്നിൽ കൊണ്ടുതരും. അല്ലാഹു തആല നമ്മളോട് പറയുന്ന രണ്ട് കാര്യം, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, എന്നെ ആരാധിക്കണം, ഒരു നിലയ്ക്കും ഈ ഇസ്ലാമിക ആദർശത്തെ മറ്റൊരാളുടെ മുന്നിൽ പണയപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകരുത്. പറഞ്ഞു വന്ന വാക്കതാണ്. ഇസ്ലാമിക ശരീഅത്തിനെ മറ്റാളുടെ മുന്നിൽ പണയപ്പെടുത്താൻ തയ്യാറാകരുത്. എങ്കിൽ അല്ലാഹു തആല ഈ ദീനിനെ പൂർത്തിയാക്കി നമുക്ക് വിജയം അല്ലാഹു തആല തരും, സുനിശ്ചിതമാണ്, സംശയം വേണ്ട. ഹദീസാണ്, നബി തങ്ങളുടെ റിസാലത്തിന്റെ നുബുവത്തിന്റെ നാവ് കൊണ്ട് നമ്മളോട് പറഞ്ഞ വാക്കാണ്. രണ്ട് ഡിമാൻഡ് മാത്രമാണ്. മറ്റുള്ളവന്റെ ആദർശം നമ്മുടെ ആദർശവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. ഓണം വരാൻ പോവുകയാണ്. ഓണ ആഘോഷം നമ്മുടെ ആഘോഷമാണ്, നമ്മൾ കരുതണ്ട. അതിന്റെ ചരിത്രം പഠിച്ചു നോക്ക്, അത് ആരുടെ ആഘോഷമാണെന്നുള്ളത് ചരിത്രം പഠിച്ചു നോക്ക്. എല്ലാവരും ദേശീയ ഉത്സവമാണെന്നൊക്കെ പറഞ്ഞ് സാമ്പാറും പായസം ഒക്കെ നക്കി കുടിക്കും പോയിരുന്നിട്ട്, നിങ്ങൾ പായസം ഇന്ന് വെച്ചോടിച്ചോളി. നമ്മുടെ കൗമ തന്നെ, നമ്മുടെ സമുദായം തന്നെ അന്നത്തെ ദിവസത്തിൽ ഇവരും ഒരു ഇലയൊക്കെ ഇട്ട് ആഘോഷപൂർവമായ രീതിയിലുള്ള സദ്യയൊക്കെ സംഘടിപ്പിച്ച് തിന്നും. അന്നത്തെ ദിവസം എന്റെ തലേന്നായിക്കൂടാ, അല്ലെ പിറ്റേന്നായിക്കൂടാ? ആ ദിവസം അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ച സന്തോഷമാണോ ആ ദിവസം? നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇതൊക്കെ മറ്റുള്ളവർ ചിന്തിക്കും, മതേതരത്വം. എന്ത് മതേതരത്വം? ദീന് വേറെ, മതേതരത്വം വേറെ. നമ്മൾ ചിന്തിക്കണം, ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ വേറെ, മതേതരത്വം വേറെ.
നമ്മളത് മനസ്സിലാക്കാത്ത എന്ത്? നമ്മുടെ ഏതെങ്കിലും നമ്മൾക്കൊരു എത്രയോ നോമ്പ് വരുന്നു, നമുക്ക് എത്രയോ പെരുന്നാൾ വരുന്നു, ആ ദിവസം മറ്റേതെങ്കിലും മതക്കാര് എന്നാ നമുക്ക് ഇന്നത്തെ ദിവസം മുസ്ലിങ്ങളെ ഇറച്ചി വെക്കാനുള്ള ബിരിയാണി എന്നല്ല, നമുക്ക് ഇന്നത്തെ ദിവസം ബിരിയാണി വെച്ചുകൂടെ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ബിരിയാണി വെച്ചുകൊണ്ട് കൊടുത്താൽ തന്നെ ഇറച്ചി ഉള്ളത് കൊണ്ട് ഞങ്ങൾ തിന്നൂല എന്നേ പറയുള്ളൂ. നമ്മളത് ചിന്തിക്കണ ഓരോ വിഷയങ്ങളും. ആശയ ആദർശങ്ങൾ എന്താണ്? ആദർശം നമ്മൾ ആരുടെ മുന്നിലും പണയപ്പെടുത്തരുത്. കാരണം ഇത് ആഖിറത്തിന്റെ വിഷയമാണ്, ഇത് ആഖിറത്തിന്റെ വിഷയമാണ്. ആഘോഷങ്ങൾ വരുമ്പോ അന്ന് കളിക്കാൻ പോകും, അന്ന് തുള്ളിച്ചാടാൻ പോകും, അന്ന് ഭയങ്കരമായ ആഘോഷം ഉണ്ടാക്കും, അതിനുവേണ്ടി പണിയെടുക്കാൻ പോകും, അന്നത്തെ ദിവസം ഡ്രസ് എടുക്കും, അന്നത്തെ ദിവസം കയ്യിൽ എന്തോ സാമാനം കെട്ടും. ഇതാര് പഠിപ്പിച്ചു? ഇവിടെ ആര് പഠിപ്പിച്ചു? ഇവിടെ ഇതാണ് മുഹറം നമുക്ക് പഠിപ്പിച്ചിരുന്ന പ്രത്യേകതകൾ. ഹിജ്റ എന്ന് പറഞ്ഞാൽ ആദർശം പണയപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂൽ തയ്യാറായിട്ടില്ല, അത് തയ്യാറാകാൻ സമ്മതിക്കുകയുമില്ല. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു നിഷ്ഠൂരമായി അക്രമികൾ വധിക്കുന്ന സമയത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആലയുടെ ഗതിയില്ലാതെ നിർബന്ധപൂർവം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറ, ഞങ്ങളുടെ മതമാണ് വലുതെന്ന് പറ, നബിയെ മോശമായിട്ട് പറ. ഇന്ന് ഈ രാം വിളിപ്പിക്കുന്നത് പോലെ എത്രയോ മുസ്ലിം സമുദായത്തെ പീഡിപ്പിച്ചുകൊണ്ട് ശ്രീരാമെന്ന് വിളിപ്പിച്ചിട്ട് അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ വെറുതെ വിടുകയോ ചെയ്യുന്നത് പോലെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആലയുടെ ആ കാലഘട്ടത്തിൽ ശത്രുക്കൾ അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞുപോയി, ഇസ്ലാമല്ല വലുത്, ഞങ്ങളുടെ മത വലുതെന്ന് പറഞ്ഞുപോയി. അത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നശിച്ചു പോയി നബി. എന്താ കാരണം? എന്നെ നിർബന്ധപൂർവ്വം ഇസ്ലാമിന്റെ പ്രതിയോഗികൾ കെട്ടിയിട്ടിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി വേദനിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് അവരുടെ ദൈവത്തെ പൊക്കിപ്പറയാനും അങ്ങയെ തെറിവിളിക്കാനും എന്നെ പ്രചോദനം നൽകി, എന്നെ പ്രലോഭിപ്പിച്ചു. ഞാൻ അങ്ങനെ പറയേണ്ടി വന്നു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അപ്പോ നിന്റെ ഖൽബിൽ എന്തായിരുന്നു തീരുമാനം? എന്റെ ഖൽബ് മുത്മഇന്നും ബിൽ ഈമാൻ. വേദന കൊണ്ടും അസഹ്യമായ പീഡനം കൊണ്ടും ഗതിയില്ലാതെ എന്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ്, എന്റെ റബ്ബ് എന്റെ ഖൽബിന്റെ ഉള്ളിലാണ്, അവനല്ലാതെ ഒരു ഇലാഹില്ല. എന്റെ ഹബീബ്, എന്റെ മുത്ത്, അത് എന്റെ ഹബീബാണ്, എന്റെ അന്ത്യപ്രവാചകനാണ്, അതെന്റെ ജീവിതത്തിന്റെ തുടിപ്പാണ്, സ്പന്ദനമാണ്. അതിൽ നിന്നും ഒരു വ്യതിചലനവും എനിക്കില്ല. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ ഇസ്ലാത്തു വസ്സലാം ഇറങ്ങി ആയത്ത് ഓതി കൊടുത്തു. ആരെങ്കിലും നിർബന്ധപരമായി ആരെയെങ്കിലും വശീകരിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് ഇന്നത് ഞങ്ങളുടെ മതത്തെ കുറിച്ച് പൊക്കിപ്പറ എന്ന് പറഞ്ഞാൽ ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, അവന്റെ ഖൽബിന്റെ ഉള്ളിൽ ഈമാൻ ഇരിക്കുന്നിടത്തോളം കാലം അവൻ ഒരുപക്ഷെ ശ്രീരാമെന്ന് വിളിച്ചുപോയി, അല്ലെങ്കിൽ തന്റെ ദൈവങ്ങളെ അള്ളാഹു അല്ലാതെ മറ്റൊരാളെ വിളിച്ചുപോയി, പീഡനത്തിന്റെ പേരിൽ പറഞ്ഞു പോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കും. ആയത്തിറങ്ങി. വലാകിൻ മൻ ശറഹ, ചില ആളുകളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്താ കുഴപ്പം, അതിനെന്താ ഒരു പ്രശ്നം, അങ്ങനെ ചെയ്താൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് പോയാൽ, അവിടെ ഇരുന്നൊന്ന് തിന്നാൽ, അവിടെ ഇരുന്നൊന്ന് കുടിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ പോയി ഒരു നിലവിളക്ക് കത്തിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറയുന്ന ചില വ്യക്തികളുണ്ട്. ഫഅലൈഹിം ഗളബും മിനല്ലാഹി വലഹും അദാബുൻ അലീം, അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തുള്ള ശിക്ഷയും കോപവും വേദനാജനകമായ നരകവുമാണ്. അവർ ചിന്തിച്ചു കൊള്ളുക. നിർബന്ധ സാഹചര്യത്താൽ ഒരാൾ പീഡിപ്പിക്കപ്പെട്ടു, അവൻ പറഞ്ഞുപോയി, ആ ഒരു വാക്കിന്റെ പേരിൽ ഒരിക്കലും അവന്റെ ഈമാൻ തകരുകയില്ല എന്ന് ഖുർആനാണ്. കാരണം അവൻ നിർബന്ധിക്കപ്പെട്ടവനാണ്, അവന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പറഞ്ഞു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഇൻ ആദു ഫഉദ്, ഇനി അവർ നിന്നെ പീഡിപ്പിക്കുമ്പോൾ അങ്ങനെ പറയാൻ നിർബന്ധിച്ചാലും നീ പറഞ്ഞാലും നിന്റെ ഈമാൻ ഖൽബിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നീ പേടിക്കേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങി, ആയത്തിറങ്ങി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞവനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട, അവൻ കാഫിറായി പോയി, മുശ്രിക്കായി പോയി നമ്മൾ പറയേണ്ട കാര്യമില്ല. അവന്റെ അന്നേരത്തെ അവസ്ഥ സാഹചര്യം അങ്ങനെയാണ്. പരിശുദ്ധമായ ഖുർആൻ ഇറക്കി അവതരിപ്പിച്ച അല്ലാഹു തആല ജിബ്രീൽ ഇസ്ലാത്തു വസ്സലാമിനെ ഇറക്കിക്കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിച്ചു. പക്ഷെ രണ്ടാമത് തൊട്ടടുത്ത് പറഞ്ഞ ആയത്ത്, ഇസ്ലാമിക ശരീഅത്തല്ലാതെ മറ്റുള്ളവന്റെ മതത്തിന്റെ ആശയ ആദർശം തന്റെ മതത്തിലൂടെ കൂട്ടിച്ചേർത്തിട്ട് കുഴപ്പമില്ല, അതിനെന്താ പ്രശ്നം എന്നൊരു വാക്ക് നീ പറഞ്ഞു പോയാൽ നിന്റെ ഈമാൻ അല്ലാഹു എടുത്തു കളയും. അതാണ് സൂക്ഷിക്കാൻ പറഞ്ഞത്.
അതാണ് നമ്മൾ സൂക്ഷിക്കുമ്പോൾ. നമ്മളിപ്പോ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആദർശമാണ് വലുത്. ആദർശമാണ് വലുത്. നമ്മളപ്പോൾ ഒരുപക്ഷെ ഇന്ന് മറ്റു മതക്കാരുടെ ഇതിൽ പോകുമ്പോൾ അവരുടെ പൂജകൾ നടക്കുമ്പോൾ നമ്മളും എഴുന്നേറ്റ് നിന്ന് കുമ്പിടേണ്ട ഒരു സാഹചര്യം വന്നാൽ യാ അല്ലാഹ് മാ അസ്സലാമ നമ്മളും വിട്ടു നിൽക്കുക, ഏറ്റവും നല്ല കാര്യം. നമ്മളതിനെ എതിർക്കാനൊന്നും പോകണ്ട. കാരണം നമ്മുടെ ആശയ ആദർശം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്, ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മുഹറം മാസത്തിന്റെ പ്രത്യേകതയും അത് തന്നെയാണത്. അള്ളാഹുവിന്റെ റസൂൽ ഹിജ്റ ചെയ്തത് വെറുതെയല്ല. ഈ 23 വർഷക്കാലം ഖുർആനിന്റെ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കാൻ നബിയുന റസൂലുള്ളാഹി തങ്ങളെ ത്യാഗം സഹിച്ച് ഹിജ്റ ചെയ്ത് പണിയെടുത്ത് പരിശ്രമിച്ചത് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുലേക്ക് അടുക്കുന്നതിന് പകരം സൃഷ്ടികളുടെ ഈ മതേതരത്വത്തിന്റെ പേരിൽ ശരീഅത്തിന് വിരുദ്ധമായ പ്രവർത്തികൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചാൽ തീർച്ചയായും നാളെ ആഖിറത്തിൽ അള്ളാഹിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഓരോ നിയമങ്ങളും ഓരോ ആരാധനകളും ഓരോ ആഘോഷങ്ങളും ഓരോ ഉത്സവങ്ങളും വരുമ്പോ നമ്മൾ കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എന്താ ഇങ്ങനൊക്കെ പറഞ്ഞ് നടക്കുമെന്ന് വെച്ച് നമുക്ക് കുഴപ്പമില്ല, ഈ പറയുന്ന എനിക്കും കുഴപ്പമില്ല. കുഴപ്പം ആർക്കുണ്ടാകും എന്നുള്ള കാര്യം ഭാവിയിൽ നമ്മുടെ മയ്യത്ത് ഖബറിൽ കൊണ്ടുവെക്കുമ്പോൾ അപ്പം മനസ്സിലാക്കും, പടച്ചവനെ ഇതൊരു കുഴപ്പമായിരുന്നു ഇല്ലേ, ആരും അതിനെക്കുറിച്ച് ഉണർത്തി തന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത ഇനി ഉണ്ടാകാൻ പാടില്ല. അതിനാണ് നമ്മളിത് എൻ്റെ ഹക്ക്, എൻ്റെ ദൗത്യം, ഉത്തരവാദിത്വം നിങ്ങളുടെ മുന്നിൽ നമ്മൾ നിർവഹിച്ചു തന്നത്. അതുകൊണ്ട് നമ്മൾ ആഘോഷം എന്ന് പറയുന്നത് നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്, ആഘോഷം ആഘോഷിക്കാം, അതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പക്ഷെ ആഘോഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളുടെ മതത്തിൽ നമ്മൾ ഇത് കൂട്ടിച്ചേർത്ത് നമ്മളും അത് ആഘോഷിച്ച് പടച്ചവനെ നിനക്ക് നിരക്കാത്ത കാര്യമായി പോകുമോ, ഇത് ആഖിറത്തിൽ ഇതിന് വലിയ ഹിസാബ് പറയേണ്ടി വരുമോ എന്നുള്ള ചിന്ത ഉണ്ടാക്കിക്കൊണ്ട് പായസം വെക്കി, അങ്ങനെയുള്ള ചിന്ത ഉണ്ടാക്കി, ശർക്കര വരട്ടി ഉണ്ടാക്കി, ആ ഒരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഉപ്പേരി വറുത്ത് കൂട്ടി, ഇതൊക്കെ നിങ്ങൾ ചെയ്തോണം. പക്ഷെ ആഖിറത്തിൽ ഹിസാബ് പറയാനുള്ളൊരു നിയത്തും കൂടെ കയ്യിൽ വെച്ചോണം. ആദർശ വിഷയമാണത്. ശർക്കര വരട്ടി ഉണ്ടാക്കുന്നുണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, പായസം വെച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല, ഇലയിലിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. ചില ദിവസങ്ങൾ, ചില നേരങ്ങൾ, ചില ആശയങ്ങൾ, ചില ആദർശങ്ങൾ, ചില ആഘോഷങ്ങൾ ആരുടെ ആർക്കാണ് എന്തിൻ്റെ പേരിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിന്നാൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരാണോ മറ്റൊരു വിഭാഗത്തിന്റെ ആദർശത്തെ സ്വീകരിക്കുന്നത്, അംഗീകരിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, അവരുമായി ബന്ധപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നത്, ഫഹുവ മിൻഹും, അവർ അതിൽപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെയാണല്ലോ മുഹറം 10 നോമ്പെടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ, ഈ മുഹറം 10 നോമ്പ് ജൂതന്മാർ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളാണ്, അവന്മാരിൽ നിന്ന് നമുക്ക് വ്യത്യാസം ഉണ്ടാകണം, 9 നോമ്പ് എടുത്തോളി. 9 നോമ്പെടുക്കാൻ പറഞ്ഞതാണ്, 9 നോമ്പെടുക്കാൻ പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടാണ് ദാടി ജൂതന്മാർ വടിച്ചടക്കം പറഞ്ഞ് നിങ്ങൾ ദാടി നീട്ടി വളർത്തിൻ, അവന്മാർക്ക് എതിരാവട്ടെ നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് അവിടെ പഠിപ്പിച്ചത്. അപ്പൊ ആദർശ വിഷയത്തിൽ മറ്റുള്ളവരുമായിട്ട് യോജിക്കാൻ പാടില്ല, ബാക്കിയുള്ള മാനവിക സംസ്കാരത്തിൽ യോജിക്കാം. ഒരു ഹിന്ദുവിനെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാം, ക്രിസ്ത്യാനിയെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാം, അവന്റെ വീട്ടിൽ പോയി നമുക്ക് ഭക്ഷണം കഴിക്കാം, യാതൊരു വിഷയമില്ല. അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കാം, ഇറച്ചി കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് യാതൊരു കുഴപ്പമില്ല. അവന് വസ്ത്രം വാങ്ങി കൊടുക്കാം, അവരൊരു വസ്ത്രം വാങ്ങി തന്നത് നമുക്കിടാം. പക്ഷെ ആ ദിവസം നോക്കണം, ഇന്ന ദിവസമാണോ, ഈ ദിവസമാണോ, ഈ ആഘോഷത്തിന്റെ ദിവസമാണോ, അല്ലാത്തൊരു ദിവസം ആയിക്കൂടെ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആദർശം നമുക്ക് നഷ്ടപ്പെടാതിരിക്കും. എന്ത് ത്യാഗം വന്നാലും ബഹുമാനപ്പെട്ട സഹാബാക്കളുടെ ചരിത്ര പാരമ്പര്യം പരിശോധിച്ചാൽ ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ ദീനിന്റെ മാർഗത്തിൽ അവരനുഭവിച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ദീനിന് വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ ആയത്തുകളും അതിന്റെ സംഭവങ്ങളും ഹദീസുകളും. ഒരു മൂന്ന് കുഞ്ഞുങ്ങൾ സംസാരിച്ച ചരിത്ര പാരമ്പര്യമുണ്ട്. 3 കുഞ്ഞുങ്ങൾ. ഇസ്ലാമിക ചരിത്രമാണിതെല്ലാം. നമ്മളിതൊക്കെ പഠിക്കണം, മനസ്സിലാക്കണം.